സർ, എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് വലിയ കുറ്റബോധമാണ്. ഇത്രയും നാൾ ഭഗവാനോട് ചെയ്തു പോയ തെറ്റുകളോടുള്ള ഒരു പശ്ചാത്താപമാണ്. അതുപോലെ തന്നെ മുരാരി ബാബുവിൻ്റെ ഗതി വരുമോ എന്ന പേടി, അതും ഈ പറയുന്ന പത്മകുമാറിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആത്മീയ പാത സ്വീകരിച്ചിരിക്കുന്നു. ദൈവം, ഈശ്വരനല്ലാതെ മറ്റൊന്നും അഭയമില്ല, ദൈവതുല്യരല്ല, ദൈവം തന്നെയാണ് രക്ഷിക്കാനുള്ളത് എന്നുള്ള നിലയ്ക്കാണ് പത്മകുമാർ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പത്മകുമാർ ഇങ്ങനെ ഒരു ആത്മീയ ശുദ്ധി തേടി, ഈ ചെയ്തുപോയ തെറ്റുകളുടെ പ്രായച്ചിത്തം തേടിയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ആത്മീയതയൊക്കെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അവസാനം BJP-യിലേക്ക് എങ്ങനെ വന്ന് കയറുമോ? എനിക്കത് അത്തരത്തിൽ തോന്നലില്ല. കാരണം അത്തരത്തിൽ ആകരുന്നൂടെ അഭിപ്രായമുണ്ട്. കാരണം പത്മകുമാർ എന്ന് പറയുന്ന ആ വ്യക്തി രൂപപ്പെട്ട് വരുന്നത് ശബരിമല ധർമ്മശാസ്താവിന് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടുത്തെ തേങ്ങ എടുക്കുന്ന ജോലിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛന്. അതിൻ്റെ കോൺട്രാക്ടറായിരുന്നു. ആ കോൺട്രാക്ടറായിരിക്കുന്ന ആൾ വളർന്നതും വലുതായതും ഈ പറയുന്ന പത്മകുമാർ പഠിച്ചതെല്ലാം ഈ പറയുന്ന ശബരിമല അയ്യപ്പൻ്റെ പണം വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിനോട് അദ്ദേഹത്തിന് അടങ്ങാത്ത ഭക്തി ഉണ്ടെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. മറിച്ച് അദ്ദേഹമാക്കിയിട്ട് പത്മകുമാറാക്കിയതും അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ആക്കിയതും അദ്ദേഹത്തിന് MLA ആക്കിയതും അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതും എല്ലാം ഈ പറയുന്ന ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഈ സംശയമൊന്നുമില്ല. അനുഗ്രഹം മാത്രമല്ല, അതിനെ പണയപ്പെടുത്തിയിട്ടാണ് ഈ പൊസിഷനൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരാൾ ശബരിമല ധർമ്മശാസ്താവിൻ്റെ അവിടുത്തെ ദ്വാരപാലകന്മാരെ മോഷ്ടിച്ചു എന്നോ അല്ലെങ്കിൽ അതിൻ്റെ വാതിലുകൾ ഇളക്കിപ്പറിച്ചുകൊണ്ടു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതിനകത്തൊരു വാർത്തയൊന്നുമില്ല. കാരണം ഒന്നാം തരം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആളുകളുടെ മോഷ്ടാക്കളല്ലാത്ത ആളുകളുടെ പേരുകൾ ഇവരെന്ന് പറയട്ടെ. ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് മോഷ്ടാവല്ലാത്തത്? മിക്കവാറും എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മോഷ്ടാക്കളാണ്. ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണ ഈ അണികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഏറെ പേരും മോഷ്ടാക്കളാണ്. ഇവർക്ക് ദേവസ്വം ബോർഡിലാണെങ്കിൽ ഒരു ദേവസ്വം ബോർഡിനെ മോഷ്ടിക്കും, പാർട്ടിക്കകത്ത് അവർ മോഷ്ടിക്കും. ഇവരെല്ലാവരും അതിസമ്പന്നന്മാരാ. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ. അത് പിണറായി വിജയനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും മറ്റേ ഗോവിന്ദ മാഷാണെങ്കിലും ഈ പറയുന്ന എല്ലാ മാഷന്മാരും. അതുകൊണ്ടാണല്ലോ ഡ്രില്ല് മാഷൊക്കെ അവിടെ വലിയ മാഷാണ്. ഡ്രില്ല് മാഷ് വലിയ മാഷാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിരുന്നു ശശികല ടീച്ചറിനെ നമ്മുടെ ചാനലുകാരൊക്കെ ശശികല എന്ന് വിളിക്കുക. എന്താ കാരണം? അവർ സാമൂഹ്യ ചരിത്രം പഠിപ്പിക്കുന്നവരാണ്. മറിച്ച് ഡ്രില്ല് പഠിപ്പിക്കുന്ന ഗോവിന്ദ മാഷിനെ ഇവരെന്താ വിളിക്കാമെന്നറിയോ? ഗോവിന്ദ മാഷ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചില നറേറ്റീവ്സ് ഉണ്ട്. ഈ നറേറ്റീവ്സിൻ്റെ ഭാഗമായിട്ട് ഇവർ പുരോഗമനവാദികളാണ്, ഇവർ സത്യസന്ധരാണ്. പക്ഷെ ഇവർ ജന്മനാ സത്യസന്ധരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ആളുകളും മോഷ്ടാക്കളില്ലാത്തവരുടെ പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇവരൊന്ന് വെളിപ്പെടുത്തട്ടെ. അത് പത്മകുമാറിൻ്റെ ചെമ്പ് പുറത്തു വരുന്ന വേറൊരു സാഹചര്യത്തിലാണ്. പത്മകുമാർ കുറെ കാലം ജയിലിൽ കിടന്ന് സമയത്ത് അദ്ദേഹത്തിന് ചില വെളിപാടുണ്ടായിട്ടാണ് ഇപ്പം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ വെളിപാടുണ്ടായത് സത്യസന്ധമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കള്ളന്മാരായിരിക്കുന്ന ആളുകളുടെ ആരൊക്കെയാണ് ശബരിമല കേസിൽ സ്വർണ്ണക്കൊള്ളക്കേസിനകത്ത് പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയെന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തണം. ഇപ്പം ഞാനൊക്കെ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഇത്തരത്തിൽ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് നടപടി എടുത്തു ഇപ്പോൾ അയാൾ സസ്പെൻഡ് ചെയ്തത് ആരാ? ഒന്ന് തോമസ് ഐസക് ഉണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റി. ആരാ തോമസ് ഐസക്? ആരാ? നമ്മുടെ ജെസ്യൂട്ട് പാതിരിയായിട്ടുള്ള ആള്. അയാളുടെ ആ ലോഹക്കിട്ടുള്ള വസ്ത്രം കണ്ടില്ലേ? അയാളുടെ ഗുരു ആരാ? പാലാക്കാരനായിട്ടുള്ള സാമുവൽ ഓറോൺ എന്ന് കണ്ട അയാളുടെ പേര്. അയാളുടെ ശിഷ്യനാ ഈ പറയുന്ന തോമസ് ഐസക് വലിയ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാന്ന് പറയാ. ഇയാൾക്ക് എന്ത് സാമ്പത്തിക ശാസ്ത്രത്തിൽ വൈദഗ്ധ്യമായിക്കുള്ളത്? അയാളുടെ ഇതുള്ളത് ആലപ്പുഴ ജില്ലയിലെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് 1800 തുടങ്ങിയിട്ട് 50 വർഷക്കാലം കൊണ്ടുണ്ടായിരിക്കുന്ന കയർ തൊഴിലാളികളുടെ ഇടയ്ക്കുണ്ടായിട്ടുള്ള സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർ ജീവിത നിലവാരമാണ് അദ്ദേഹത്തിന്റെ പഠന വിഷയം. അദ്ദേഹത്തിന്റെ അതാണ്. അങ്ങനെയുള്ള തോമസ് ഐസക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രമായിട്ടോ യാതൊരു ബന്ധവുമില്ല. പിന്നെ ആകപ്പാടെ പറയുന്നവര് ഈ പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വേറെ ആരും ഇല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് പൊട്ടക്കിണറ്റില് പുളകൻ ഫണീന്ദ്രൻ എന്ന് പറയാറുണ്ട്. സമാനമായിട്ടുള്ള രീതിയിലാണ് തോമസ് ഐസക്കിന് ഈ പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു വൈദഗ്ധ്യവും അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. ആകെ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വേറെ വൈദഗ്ധ്യമുള്ളവരില്ല. അവിടേക്ക് ഈ ബാലഗോപാലന്മാരായതിൻ്റെ പേരിൽ 4, 5, 3, 8 എന്നുള്ളത് തികച്ചു പറയാൻ സാധിക്കുന്ന തോമസ് ഐസക് അവിടെ സാമ്പത്തിക വിദഗ്ധനാണ്. കാരണം അവർക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പരിജ്ഞാനവും ഇല്ല. അങ്ങനെയാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മോഷ്ടാക്കളുടെ എണ്ണമാണ് കൂടുതൽ. നേതാക്കന്മാർ മുഴുവൻ നമ്മൾ ചരിത്രം ഒന്ന് എടുത്തുനിന്ന് പരിശോധിച്ച് നോക്ക്. EMS തുടങ്ങിയിട്ടുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4 സംഘമടക്കമുള്ള കേരളത്തിൽ, ഞാൻ പേരുകൾ പറയുന്നില്ല, അവരടക്കമുള്ള ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ടോ?
കെ ദാമോദരൻ്റെ പണ്ഡിതനാന്ന് ഇപ്പോൾ നമ്മൾ പറയാം. കെ ദാമോദരനെ കൊണ്ടാണ് പാട്ടവാക്കി എഴുതിച്ചാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യൻ കേരളത്തിൻ്റെ സാഹിത്യ രംഗത്തെ പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 937 ആരംഭിച്ചിരിക്കുന്ന പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ കെ ദാമോദരനെ കൊണ്ട് പാട്ടവാക്കി എഴുതിച്ചു. പൊന്നാനിയിൽ വെച്ചാണ് എഴുതിച്ചത്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നറേറ്റീവ്സ് ഇങ്ങനെയാണ്. അവർ സ്വന്തമായിട്ട് സാഹിത്യകാരന്മാരുണ്ടാക്കുന്നു, അവർ സ്വന്തമായിട്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടാക്കുന്നു, അവർ സ്വന്തമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാരെ ഉണ്ടാക്കുന്നു, അവർ സ്വന്തമായിട്ട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ സൃഷ്ടിക്കുന്നു, അവർ സ്വന്തമായിട്ട് ചരിത്രകാരന്മാരെ സൃഷ്ടിക്കുന്നു. ഈ പറയുന്ന ആളുകൾക്കൊന്നും തന്നെ ചരിത്രവുമായിട്ട് പുലബന്ധം പോലുമില്ല. ഇല്ലാന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആരാന്നറിയാമോ? അരുൺ ഷവരുടെ ഒരു പുസ്തകമുണ്ട്, ദ എമിനന്റ് ഹിസ്റ്റോറിയൻസ്, ദെയർ ടെക്നിക്സ്, ദെയർ ലൈൻ, ദെയർ ഫ്രോഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. 1983 എഴുതിയതാണ്. ചരിത്രകാരന്മാരായിരിക്കുന്ന പണിക്കരെ പോലുള്ള ആള്, കേരളത്തിലുണ്ടായിരുന്ന ചരിത്രകാരനായിരിക്കുന്ന KN പണിക്കരെ പോലുള്ള ആളുകളുടെ ഉടായ്പിന് ഇർഫാൻ ഹബീബ് താനി ഫ്രോഡാണ്. ഇർഫാൻ ഹബീബ് ധൈര്യം ഉണ്ടെങ്കിൽ ഇവർ കമ്മ്യൂണിസ്റ്റ് കേസ് കൊടുക്കട്ടെ. ഞാൻ പറയാമല്ലോ, അത് ചരിത്രത്തില് 1983 അരുൺ ഷൗർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് ഇത്തരം ഫ്രോഡുകളുടെ ഇവർ കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന പണം, ചരിത്രം എഴുതാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന പണം കൃത്യമായിട്ട് രേഖകളുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരന് തർക്കമൊന്നുമില്ലല്ലോ, അവർ മിണ്ടുന്നില്ലല്ലോ. രേഖ വെച്ച് സംസാരിച്ചാൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടൂല. ഞാൻ പറയല്ലേ, P. കേശവദേവൻ്റെ പുസ്തകമുണ്ട്, കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു വധയന്ത്രമാണ്. അതിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അത് വരുന്ന 1971 അവിടെ നടന്നിട്ടുള്ള തലശ്ശേരിയിൽ നടന്നുള്ള കലാപമുണ്ട്. ആ കലാപത്തെക്കുറിച്ചുള്ള ചിത്രമുണ്ട്. ആ കലാപത്തിൽ ഒരു പള്ളി ഇവർ സംരക്ഷിക്കാൻ പോയിട്ടില്ല. മറിച്ച് ഇവരുടെ നേതാവായിരിക്കുന്ന ഒരാൾ അവിടെ എന്തായാലും ഒരു കുഞ്ഞ്, ഞാൻ പേര് മറന്നുപോയി, ഈ പറയുന്ന ആളവിടെ മരിച്ചു. ഞങ്ങളുടെ ഇന്ന് സഖാവ് മരിച്ചത് പള്ളികൾ സംരക്ഷിക്കാൻ പോയിട്ടുള്ള എന്നാണ് MV രാഘവനും പിണറായി വിജയനൊക്കെ അക്കാലത്ത് വീമ്പിളക്കിയത്. ഒന്നുമല്ല, കള്ള് കുടിച്ച് ഷാപ്പിൽ പണം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സഖാവ് അവിടെ പിടഞ്ഞു വീണ് മരിച്ചത്. അവിടെ പണം കൊടുക്കാത്തതിന് പേര് ഷാപ്പുകാർ തല്ലിക്കൊന്ന അയാളെ. അപ്പം അങ്ങനത്തെ ഒരു ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. അത് പത്മകുമാറിന് തിരിച്ചറിയാം. പത്മകുമാർ പറയുന്നത് ഞാനിതൊക്കെ ഇങ്ങോട്ട് വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാനുള്ള പത്മകുമാറെ? ആകെ പറയാവുന്നത് സ്വർണം കെട്ടതിൽ ആരപ്പ, ആ സഖാക്കളെയാണ് അയ്യപ്പ എന്നല്ല പറയുക. ആ സഖാവിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയൻ ഇത്തരം വിഷയങ്ങളിൽ പങ്കുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗോവിന്ദൻ മാഷിൻ്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. MAVയുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയിൽ വലിയ പങ്കുണ്ട്. എനിക്കൊരു അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ പല കാര്യത്തിൽ പലരും ഇവരുടെ പങ്ക് വെളിച്ചത്ത് വരും. ആ വെളിച്ചത്ത് വരുന്ന പങ്കിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ പത്മകുമാർ പറഞ്ഞത് എന്നെ പിടിച്ചാൽ ഞാൻ ഇവരുടെയൊക്കെ പേര് ഞാൻ വിളിച്ചു പറയുന്ന പറയുക. ഒന്ന് പത്മകുമാർ ഒന്ന് പറ. പത്മകുമാർ അത്ര അന്തസ്സും ആഭിജാത്യവും ഉണ്ടെങ്കിൽ, സാക്ഷാൽ ഇന്ന് ആ പുള്ളിയുടെ മകനാണെന്നുണ്ടെങ്കിൽ, അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ പേരിലൊന്ന് വിളിച്ചെത്ത് ഇയാളെന്ന് പറയട്ടെ. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലേ? അവിടെ സ്വർണം കെട്ടത് പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ ഇയാൾ സത്യസന്ധമായിട്ട് പറയണം. അപ്പം ഞാൻ ധരിക്കുന്നത് പത്മകുമാറിന് ഈ പറയുന്ന ഒരു ധൈര്യവുമില്ല. പത്മകുമാറിന് ആകെ ആവശ്യം എനിക്ക് എങ്ങനെയെങ്കിലും സ്ഥാനം നിലനിർത്തണം, ഞാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാവണം, നാളെ സാധിച്ചാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് പോകണം, എൻ്റെ കയ്യിലുള്ള കേസുകൾ വിട്ടുപോകണം. പിണറായി വിജയൻ്റെ പേരിൽ കേസില്ലല്ലോ, മുഹമ്മദ് റിയാസിൻ്റെ പേരിൽ കേസില്ലല്ലോ, വിടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ശ്രമം നടത്തുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നെ എന്തുകൊണ്ട് വിട്ടുവിടാമെന്നുള്ളതാണ് പത്മകുമാറിൻ്റെ സമീപനം. അതുകൊണ്ട് പത്മകുമാറിൻ്റെ സമീപനത്തിൽ ഒരു സത്യസന്ധതയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കാവട്യമാണ്, കളവാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് അയാൾ. ഒരു കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സത്യസന്ധതയില്ലാത്ത ഒരു ജീവിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അത് അടിമുടി സത്യവിരുദ്ധമായിരിക്കുന്ന പ്രസ്ഥാനമാണ്. അത് അശാസ്ത്രീയമായ പ്രസ്ഥാനമാണ്. അതിനകത്ത് ഒന്നും ആ പ്രസ്ഥാനത്തിനകത്ത് സത്യസന്ധമായിട്ട് ഒരു വാക്കുപോലും കമ്മ്യൂണിസത്തിനകത്തില്ല. അതിൻ്റെ നേതൃത്വങ്ങൾ 56 രാജ്യങ്ങളുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ചുരുങ്ങി ക്ഷയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് കേരളത്തിലേക്കായി. ആ കേരളത്തിൽ പോലും നശിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം അതൊരു സത്യവിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനമാണ്. സത്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനും ലോകത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് ഈ പതനത്തിലേക്ക് അല്ലെങ്കിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിലാണ് പത്മകുമാർ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതിന് യാതൊരു പ്രാധാന്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക.
പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.